നമസ്കാരം. ട്രെയിൻ തട്ടി ഒരു യുവതി മരണപ്പെടുന്നു. പിന്നാലെ തന്നെ അതൊരു IB ഉദ്യോഗസ്ഥയാണെന്ന് തിരിച്ചറിയുന്നു. പിന്നെ കേസ് അന്വേഷിച്ച് കൂടുതലായിട്ട് പോലീസ് അതിന്റെ വിശദാംശങ്ങളൊക്കെ തേടി ചെല്ലുമ്പോൾ ഒപ്പം അതിന് കാരണക്കാരനായിട്ടുള്ളത് തൻ്റെ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ താൻ പ്രണയിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീടും പല കഥകളാണ് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള സുഗാന്ത് എന്ന് പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും ആ കുടുംബം ഈ ഒരു മരണത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. മാത്രവുമല്ല, മകളെ ഒരു മരണത്തിലേക്ക് തള്ളിയിട്ട വ്യക്തി ഇപ്പോഴും ഒളിവിലാണ്. ഇത്രയും ദിവസമായിട്ട്, കൃത്യമായി പറഞ്ഞ മാർച്ച് 24-നാണ് ഈ ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും ഏകദേശം ഇനിയിപ്പോൾ കുറച്ചാഴ്ചകൾ കഴിഞ്ഞ ഒരു മാസം പിന്നിടുകയാണ്. ഇത്രയും ദിവസമായിട്ട് ഈ പറയുന്ന വ്യക്തി എവിടെ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം, അതിനൊരു ഉത്തരം കണ്ടെത്താൻ പോലീസിനോ അതുപോലെ തന്നെ ഈ IBക്കോ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ കണ്ടിട്ട് അതെ. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ ഇവരുടെ ഒരു അനാസ്ഥ തന്നെയാണ് എന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒരു IB ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ പോലീസും IBയും ഒക്കെ തന്നെ പിന്നാലെ വല വിരിച്ച് അന്വേഷിച്ചിട്ടും എന്തുകൊണ്ടാണ് കണ്ടെത്താനായിട്ട് സാധിക്കാതിരുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശരിക്കും സുഗാന്ത് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. തീർച്ചയായും സുഗാന്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് പോലീസിന് ഒരു തുമ്പും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എവിടെയാണെന്നോ എന്താണെന്നോ ഒരു CCTV ദൃശ്യമോ ഒരു തുമ്പും ലഭിക്കുന്നില്ല. തുമ്പ് ലഭിച്ചതിനെ കുറിച്ച് ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടിയില്ല, ആശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ആ പെൺകുട്ടിയുടെ അച്ഛനോട് പറയുന്നില്ല ഞങ്ങൾക്ക് എല്ലാ തുമ്പും ലഭിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെയുണ്ട് അവിടെയുണ്ട്. ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9 ദിവസം കൊണ്ട് പോലീസിനെ കബളിപ്പിച്ച ഈ രാസലഹരിയുടെ ഹോൾസെയിൽ ഡീലർ നമുക്ക് വേണമെങ്കിൽ പറയാം 24 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവുണ്ട്. മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങൾ 7ഓളം സംസ്ഥാനങ്ങളിൽ മാറിയാണ് നടന്നത്, ഫോൺ ഉപയോഗിക്കാതെ. എന്നാൽ നിരന്തരം വീട്ടിൽ കോൺടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ അബിൻ എന്ന് പറയുന്ന ഈ 23 വയസ്സുകാരൻ രാസലഹരിക്ക് അടിമപ്പെട്ട ഇയാളെ പോലീസ് പിടികൂടിയത് വെറും 9 ദിവസം കൊണ്ടാണ്. മൊബൈൽ ഫോണില്ല, ഒന്നുമില്ല, എങ്ങോട്ടാണ് പായുന്നത് ഒന്നും കിട്ടിയില്ല. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം ഇയാൾ രക്ഷപ്പെട്ടു പോയിട്ടാണ് പിന്നീടാണ് വീണ്ടും പോലീസിന് കിട്ടുന്നത്. 2 CPOമാരുടെ ശക്തമായ പ്രയത്നം തന്നെയാണ് ഇയാളെ പിടിയിലാകാൻ കാരണം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്ക്വാഡാണ് അത് പിടികൂടിയത്. നമ്മുടെ കേരള പോലീസ് ചില്ലറക്കാരൊന്നുമല്ല. നമ്മൾ ഇതിനു മുൻപും പല കേസുകൾ നിമിഷ നേരം കൊണ്ട് പ്രതിയെ പിടിക്കുന്നു, ദിവസങ്ങളെടുത്ത് പ്രതിയെ പിടിക്കുന്നു. അങ്ങനെ പല കേസുകളിൽ നമ്മൾ അവരുടെ അഭിമാന നിമിഷങ്ങൾ, നമ്മുടെ കേരള പോലീസ്, എപ്പോഴും കേരള പോലീസ് നമ്മുടെ അഭിമാനം തന്നെയാണ്. പക്ഷേ ഇത്തരം ഒരു കേസ് വരുമ്പോൾ എന്തുകൊണ്ട് ആരുടെയെങ്കിലും ബാഹ്യ ഇടപെടലിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നതന്മാർ ഇതിൽ കളിക്കുന്നുണ്ടോ, മറ്റാരെങ്കിലും ഇനി ഇയാൾ പിടിയിലായി കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ മറ്റേതെങ്കിലും ഉന്നതരുടെ ബന്ധം എന്തെങ്കിലും പുറത്തു വരുമോ, അങ്ങനെ ഭയന്നിട്ടാണോ ഇയാളുമായി ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തു വരാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത്. ആ അച്ഛൻ ഇപ്പോൾ കേട് അപേക്ഷിക്കുകയാണ്. അയാളെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം, എന്തെങ്കിലും ഒരു വിവരം ലഭിക്കണം. ഇയാൾ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇനി തിരിച്ചു വരുന്നില്ല എന്ന് വിചാരിച്ച് അയാൾ അവിടെ എവിടെയെങ്കിലും തങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇയാൾ ഇനി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരമൊരു സമ്മർദ്ദത്തിലാക്കി അത്തരം ഒരു വഴിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അപ്പോഴെന്തായിരിക്കും ഈ ഒരു കേസിന്റെ സ്ഥിതി എന്ന് പറയുന്നത്? അങ്ങനെ പോലീസ് ഇങ്ങനെ ഒരു അലംഭാവം, മറ്റൊരു പ്രധാനമായ രഹസ്യവിവരമടക്കം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ പറയുന്നുണ്ട്, പേട്ട പോലീസ് മനഃപൂർവ്വം ഈ കേസ് തലയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മനഃപൂർവ്വം അലംഭാവം കാണിച്ചു എന്നൊരു കുറ്റം ആരോപിക്കപ്പെടുന്നുണ്ട്. രഹസ്യ റിപ്പോർട്ടിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനകത്ത് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പേട്ട പോലീസിന് ഇതിനൊരു കൃത്യമായ നടപടിയെടുക്കാൻ സമയബന്ധിതമായി കഴിയാതെ പോയത് എന്നൊരു ചോദ്യമുണ്ട്. പേട്ട പോലീസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനിൽ ഒന്നാണ് പേട്ട പോലീസ് എന്ന് പറയുന്നത്. അനവധി കേസുകൾ, ഈ ഷാഡോ പോലീസ് ഒക്കെ തന്നെ വളരെ ശക്തമായ നിരവധി ആളുകൾ അവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം വളരെ മോശപ്പെടുത്തുന്ന ഒന്ന് തന്നെ. പോലീസ് സേനയ്ക്ക് തന്നെ ആകെ കളങ്കം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെ. അതും ഒരു IB ഉദ്യോഗസ്ഥനെയാണ്. ഇതിൽ ഒരു ഇടവേളയിൽ അച്ഛനും അമ്മയും ഒരുമിച്ചല്ല ഇവിടെ നിന്ന് മാറിയിരിക്കുന്നത്, മുങ്ങിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അച്ഛനും അമ്മയും ഒരുമിച്ചല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ്, എത്ര ദൂരം അച്ഛനും അമ്മയും വെച്ചിട്ട് ഓടാൻ സാധിക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും ഒരു ചോദ്യം ചെയ്യാത്തത് എന്താണ്? ഇപ്പോൾ ഇത് പുറത്ത് വലിയ മാധ്യമങ്ങളോ മറ്റും ഒന്നും അറിയണമെന്നില്ല. എന്നിരുന്നാലും ഒരുപക്ഷെ അച്ഛനും അമ്മയും ചോദ്യം ചെയ്താൽ ഉറപ്പായിട്ടും അവിടെ പോയി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവസാനം സുഗാന്ത് എവിടെ വെച്ചിട്ടാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ CCTV ദൃശ്യം പരിശോധിച്ചാൽ എല്ലാ മുക്കിലും മൂലയിലും ഇന്ന് CCTV ദൃശ്യങ്ങളാണ്. നിർണായകമാവുന്ന പല കേസുകളുടെയും തുമ്പ് ലഭിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ തന്നെയാണ്. എന്തുകൊണ്ട് CCTV ദൃശ്യം തേടി പോകുന്നില്ല?
അതൊരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിദ്ധാർത്ഥിന്റെ, നമുക്കറിയാം വയനാട് വെറ്റിനറി കോളേജിൽ ഉണ്ടായ സിദ്ധാർത്ഥിന്റെ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇവരുടെ അച്ഛനും അമ്മയും വരുമോ എന്നുള്ളതാണ്. ഇപ്പൊ അവരവരുടെ മകന് നീതിക്ക് വേണ്ടിയിട്ട് അവർ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട, അല്ലെങ്കിൽ നിരന്തരം അതിനുവേണ്ടി കലഹിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു അച്ഛൻ, ഈ ഒരു IB ഉദ്യോഗസ്ഥർ അച്ഛൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിൽ അവർ പൂർണ്ണ തൃപ്തരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുകയാണെങ്കിൽ ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരിത് മാറ്റി പറയാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. ഇവരെ ഇനി പറയാൻ കാരണം അവര് ഒരു മരണത്തിൽ നിന്ന് ഇതുവരെയായിട്ടും, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഏകൊരു മകളെ. അത് മാത്രമല്ല പിന്നീട് ഉണ്ടാകുന്ന സത്യാവസ്ഥയുണ്ടല്ലോ, ഈ മകൾ ചെയ്തു കൂട്ടിയ, ഈ സുഗാന്ത് എന്ന് പറയുന്ന ഈ സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പം ആ മകൾ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങൾ, മരിച്ചവരെ കുറിച്ച് നമുക്ക് അങ്ങനെ മോശം പറയാൻ പാടില്ല, എന്നിരുന്നാലും ചെയ്ത കാര്യങ്ങൾ അച്ഛനും അമ്മയാണല്ലോ മനസ്സിലാക്കുന്നത്. ആ അച്ഛനും അമ്മയും ഉണ്ടാകുന്ന നാണക്കേടൊക്കെ അതിനപ്പുറം ഈ തന്റെ സ്വന്തം മകൾ തങ്ങളെ വഞ്ചിച്ചുവല്ലോ, പറ്റിച്ചുവല്ലോ എന്നൊക്കെയുള്ള ആ ഒരു വേദന എന്നൊക്കെ ആ അച്ഛനും അമ്മയും കരകയറി വരാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഘട്ടത്തിൽ പോലെയാണ് അച്ഛൻ വേട്ടയാടുന്നത്. സുഗാന്ത് എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സുഗാന്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രം തന്നെയാണ്. പോലീസ് സേന മറന്നാലോ, ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനത്തിന് ഇത് ബോറടിക്കുന്ന ടോപ്പിക്കായി മാറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിനെ കുറിച്ച് മറന്നാലോ, ഒരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്നും മറക്കാത്ത സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛനുണ്ട്. തന്റെ സ്വത്തെല്ലാം വിറ്റായിരുന്നാലും ശരി നിയമത്തിന് വേണ്ടി പോരാടും, സത്യം എന്നാലും ജയിക്കണം, സുഗാന്തിന് വേണ്ടി സുഗാന്തിന്റെ എതിരെ നിൽക്കും, തന്റെ മകൾക്ക് വേണ്ടി പോരാടുമെന്ന് പറയുന്ന ഉറക്കെ പ്രഖ്യാപിച്ചൊരു അച്ഛനുണ്ട്. ആ അച്ഛൻ നിരന്തരം ഇയാളെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പിന്തുണ കൊടുത്താലും ഇല്ലെങ്കിലും. ഇതിപ്പോ കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ മലപ്പുറത്ത് എടപ്പാളുള്ള വീട് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ, ചില നിർണായകമായിട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അതായത് ലാപ്ടോപ്പ്, ഐപാഡ്, മൊബൈൽ ഫോൺ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഐപാഡും ഒക്കെ തന്നെ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇയാൾക്ക് ഒന്നിലധികം ആളുകളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ഒന്നിലധികം പെൺകുട്ടികളുമായി നിരന്തരം ഇയാൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒപ്പം ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴും വലിയ എമൗണ്ട് മറ്റ് സ്ത്രീകളിൽ നിന്നും ഇയാൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്ന് ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു ബന്ധുവിനെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് എറണാകുളത്തെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് കുറച്ച് ബന്ധം പുലർത്തുന്ന, എറണാകുളത്താണല്ലോ ഇയാളും താമസിക്കുന്നത്, നെടുമ്പാശ്ശേരിയിൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനെ, അതായത് കസിൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സഹോദരനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു. ഉടൻ തന്നെ ഇയാൾ പിടിയിലാകുമെന്നാണ് അയാളും പറയുന്നത്. പക്ഷെ എവിടേക്കാണെന്നുള്ളതാണ്. ഇപ്പോൾ PP ദിവ്യ അടക്കമുള്ളവർ, നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു കേസിൽ, നവീൻ ബാബുവിന്റെ കേസിൽ നമ്മൾ PP ദിവ്യ എവിടെയാണ്, കണ്ണൂർ വിട്ട് പുറത്തുപോയോ, കേരളം വിട്ടോ, അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. എന്നാൽ പിന്നീട് PP ദിവ്യയെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ കോടതി വരെ പറയുകയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ എന്ന് കോടതി വരെ പറയുകയാണ്. പക്ഷെ എവിടെയാണ് സുഗാന്ത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇയാളുടെ ഒരു ATM കാർഡ് അടക്കം, അതായത് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പെൺകുട്ടികൾ ഇയാൾ വലിയൊരു എമൗണ്ട്, 40,000, 50,000, 80,000 ഒക്കെ തന്നെ എമൗണ്ട് ഇയാൾ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ള വിവരങ്ങൾ എന്തായാലും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ തേടി, അതായത് ഇപ്പോൾ ഈ സുഗാന്തുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നല്ലോ, ഇനി പെൺകുട്ടികൾ രഹസ്യമായോ പരസ്യമായോ പുറത്ത് പരാതിയുമായി വരട്ടെ, നമ്മൾ പലതവണ പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു പെൺകുട്ടി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഗർഭചിത്രം അടക്കം നടത്താനായി ആശുപത്രിയിൽ ഒരു പെൺകുട്ടി കൂട്ടിന് പോയിരുന്നല്ലോ. പക്ഷെ അത് ഈ സുഗാന്തിന്റെ സുഹൃത്തല്ല, മറിച്ച് മേഘയുടെ, ഈ പെൺകുട്ടിയുടെ സുഹൃത്താണ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ പെൺകുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഗർഭചിത്രം നടത്തുക എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. എന്നോടൊപ്പം ഒന്ന് ആ കട വരെ വരുമോ എന്ന് പറയുന്നത് പോലെയല്ല, ആശുപത്രിയിൽ എന്നോടൊപ്പം ഈ കാര്യത്തിൽ വരുമോ എന്ന് ചോദിക്കുന്നത് നിസ്സാരമായ കാര്യം, അവരുടെ ജീവന് അപകടം വരെ സംഭവിക്കുന്ന കാര്യത്തിൽ. അതും ഈ പെൺകുട്ടിയുടെ ഒരു എന്താണ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ആശുപത്രി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നടത്തിയെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഒന്നും അറിയാതെ ഇതൊക്കെ ചെയ്യുമോ? ഇവിടെ ഇത്രയേറെ പണം ഇവരുടെ നിന്നൊക്കെ കടം വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴൊരു ചോദ്യം, എന്തിനാണ് ഇത്രയും പണം എന്ന്? കാരണം ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു ജോലിയുണ്ട്, വീട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഇതുവരെയായിട്ട് അനുഭവിച്ചിട്ടില്ല, വളരെ സെറ്റിൽഡ് ആയിട്ട് കഴിയുന്ന ഒരു കുടുംബം. അങ്ങനെയല്ല, പിന്നെ സുഗാന്തിന് തന്നെ ഒരു ജീവിതം എടുത്തു നോക്കുമ്പോൾ ഇതുവരെയായിട്ടും എന്തെങ്കിലും ആർഭാടമായിട്ടുള്ള കാർ വാങ്ങിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പോലീസ്. പിന്നെ എന്തിനാണ് ഇത്രയും പണം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതൊക്കെ നമുക്കറിയാം, ആളുകൾക്ക് ഈ പണം
എത്ര കിട്ടിയാലും മതിയാകില്ല. ഇവിടെ ചിലർ പണമില്ലാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ വെഞ്ഞാറമൂടൊക്കെ കണ്ടതാണ്, പണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൊടുക്കാൻ പൈസ ഇല്ലാതെയാണ് ഇവിടെ 5 പേരെ കൊലപ്പെടുത്തിയത്. ഇവിടെ പണം ആവശ്യത്തിൽ ഇട്ടുമൂടാനുള്ള പണം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും വേണം. അതിനു വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നു, പ്രണയിക്കുന്നു, വഞ്ചിക്കുന്നു, ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, എന്തൊക്കെയാണല്ലേ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ ഈ ആർഭാട ജീവിതം അവർ നയിച്ചു എന്ന് പറയുന്നു. എന്താണ് ആർഭാട ജീവിതം എന്ന് നമ്മൾ പലപ്പോഴും നോക്കിയിരുന്നു. കാർ ഉണ്ടായിരുന്നു, കാർ വിറ്റു എന്ന് പറയുന്നു, ബൈക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഐഫോൺ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പിന്നെ ഒരു ആർഭാടത്തിലുള്ള ഒരു വീടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അറിയുന്നത് ഇവർ പോകുന്ന എവിടെ സഞ്ചരിച്ചാലും ഓട്ടോയിൽ മാത്രമേ, ഓട്ടോറിക്ഷയിൽ മാത്രമേ പോകത്തുള്ളൂ, ഭക്ഷണം എപ്പോഴും പുറത്തുനിന്ന് മാത്രമേ കഴിക്കുകയുള്ളൂ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായിരിക്കാം ആർഭാട ജീവിതം എന്നാണ് നമ്മൾക്കറിയാം. അല്ലെങ്കിൽ ഒരാളിൽ നിന്നും കടം വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുക, മറ്റൊരാളിൽ നിന്നും 20 കടം വാങ്ങി മറ്റൊരാൾക്ക് 30,000 കൊടുക്കുക, അല്ലെങ്കിൽ 15 കൊടുക്കുക, ബാക്കി 5 പുട്ടടിക്കുക, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് അവർ നടത്തിയത്. ഇവിടെ എന്താണ് ചെലവെന്ന് അറിയില്ല. ഒന്നിലധികം കുടുംബങ്ങൾക്ക് ഇനി ചെലവിന് കൊടുക്കാനുണ്ടോ എന്ന് പലരും തമാശയൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് എന്താണ് ഇത്തരം ഒരു നീക്കം എന്നാണ് മനസ്സിലാവുന്നത്. അതായത് പെൺകുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്നു, പെൺകുട്ടികൾ ഇത്തരത്തിൽ ഉപയോഗിക്കാനായി നിന്നു കൊടുക്കുന്നു, എവിടെ വിളിച്ചാലും അത് ഇറങ്ങിപ്പോകുന്നു, സ്വന്തം അത്രയും നാൾ വളർത്തി വലുതാക്കി അച്ഛനെയും അമ്മയും വേണ്ടാന്ന് വെക്കുന്നു, അവരറിയാതെ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും. നമ്മുടെ നാട് പോകുന്നത് വളരെ മോശമായ ഘട്ടത്തിലൂടെ തന്നെയാണ്. അപ്പോഴാണ് ഇത്തരക്കാരെ പോലീസ് പിടികൂടാതിരിക്കുകയാണെങ്കിൽ എന്തായാലും ഇത് മറ്റുള്ളവർക്ക് തരുന്ന ഒരു ഉദാഹരണം എന്താണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് തന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യനെ അടിച്ചു കൊന്നപ്പോൾ ആ പയ്യന്മാര് മെസ്സേജ് അയക്കുന്നതാണ്. പരീക്ഷ എഴുതുന്നതിന് മുന്നേ ആ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണ്, എടാ ഒരുമിച്ച് നൽകിയ അത് ആൾക്കൂട്ട മർദ്ദനത്തെ കേസിലാണ്, നമ്മൾ പുറത്തിറങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിരീക്ഷിച്ചും ഇതെല്ലാം ശ്രദ്ധിച്ചും ഒരു സമൂഹം, ഒരു തലമുറ നമുക്ക് മുന്നിലുണ്ട്. ആ തലമുറ ഇപ്പോൾ വിചാരിക്കുകയാണ് ഇതുപോലെ പ്രണയിച്ച് കാമുകിൽ നിന്നും പൈസയൊക്കെ തട്ടിയെടുത്ത് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചാലും പോലീസൊന്നും പിടിക്കൊന്നുമില്ല. കണ്ടില്ലേ സുഗാന്തനെ എത്ര പിടിക്കുന്നു എന്നുള്ളൊരു ചോദ്യവും എന്നൊരു ചിന്തയും ഇവരുടെ ഒക്കെ മനസ്സിൽ വരും. അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ, അയ്യോ ഞാൻ അങ്ങനെ ചെയ്ത എന്റെ അച്ഛൻ എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ പോലെ എന്റെ അമ്മ എന്ത് വിചാരിക്കും, ഞാൻ എങ്ങനെ നടന്നാൽ എന്റെ സഹോദരിക്ക് എങ്ങനെ വിവാഹം നടക്കും എന്നുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ എന്റെ സന്തോഷം, എനിക്ക് ഇങ്ങനെ പോയാൽ എനിക്ക് സമാധാനമുള്ളൂ, എനിക്ക് അങ്ങനെ പോയാൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു സ്വാർത്ഥ മനോഭാവം എല്ലാവരുടെ മനസ്സിലും വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന ഇയാൾ എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്റെ തള്ളിയിൽ നിന്ന് ഒഴിവാക്കി തരാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതൊന്നും ഒരു മെസ്സേജും നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നില്ല. മാത്രമല്ല കൂടുതൽ കുറ്റവാളികളെ ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. നമുക്ക് ഈ അടുത്ത് വരുന്ന പല ഉദാഹരണങ്ങളും എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഏതായാലും ഇവിടെ സുഗാന്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ചെല്ലുമ്പോഴൊക്കെ തന്നെ സുഗാന്ത് ചെയ്തിട്ടുള്ള വളരെ വൃത്തികെട്ട ഓരോ ചെയ്തികളുടെ പല കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ കണ്ട് അവർ മൗനം പാലിക്കുകയാണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ ഭയപ്പെട്ടും ഇതുപോലെ പണവും മാനമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മ അവരുടെ വേദന, അതിപ്പോൾ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്ത മറന്നാലും ചിലപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് താഴെ കമന്റ് ഇടും, ഇത് നിർത്തിക്കൂടെ, ഈ വിഷയം ഒന്ന് നിർത്തിക്കൂടെ, കുറെ നാളായി കേട്ട് മടുത്തല്ലോ, ഇതൊന്നും നിർത്തിക്കൂടെ എന്നിങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതിപ്പോ മുങ്ങിപ്പോയാലും ഇവിടെ നീതി കിട്ടേണ്ടത് ആ അച്ഛനും അമ്മയ്ക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ ആ മകളെ എന്തിനാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് തള്ളിയിട്ടത് എന്നുള്ളതിന് ഉത്തരം കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതും നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് നടത്തുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.